എല്ലാവർക്കും സൺഷൈൻ ടൈൽസിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വാൾമാർട്ടിലേക്ക് വന്നതാണ്. വൈകുന്നേരം ചായ കുടിക്കാൻ നേരത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാൻ വന്നതാണ്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നോ ഫ്രിൽസിൽ പോയപ്പോൾ അവിടെ എനിക്ക് മുറുക്കും പക്കവടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കിട്ടുമെന്നറിയില്ല. പക്ഷെ എന്നാലും പോയി നോക്കാം, നമുക്ക് കിട്ടുമെന്നറിയാം. ഞാനുണ്ടല്ലോ നൂഡിൽസ് വാങ്ങിയിട്ടോ, ഇതും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും മാഗിയാണ് വാങ്ങാറ്, അല്ലെങ്കിൽ ഇപ്പി. ബട്ട് ഐ തോട്ട് ദിസ് ടൈം ഐ വിൽ ട്രൈ ദിസ് വൺ. എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. പക്ഷേ ഇപ്പോഴും ഞാൻ സ്നാക്സ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ സെക്ഷനിലേക്ക് പോകണേ ഉള്ളൂ. ഇതാട്ടോ നമ്മുടെ സ്നാക്സിൻ്റെ ആയാലും. പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനം ഇവിടെ ഇല്ല. ഇതെല്ലാം മറ്റേ അവിടുത്തെ നോർത്ത് വടക്കേ ഇന്ത്യക്കാരുടെയാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്കിത് കിട്ടിയിട്ടോ 50-50 കിട്ടിയത് ഉണ്ട്. 57 സെൻസ്. ഞാൻ 2-3 എടുക്കുന്നുണ്ട് കേട്ടോ. ഗുഡ് ഡേയ്സ് ഹിയർ. ഇതെന്താ റോൾ ബാക്ക് ആണ്. സോ ഇറ്റ്സ് ഓൺലി 74. ക്രാക്ക് ജാക്കും കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്രാക്ക് ജാക്ക്. പക്ഷേ ഇത് നമ്മുടെ പാർലേജിന് ഇവിടെ ഇരിക്കുന്നുണ്ട്. 50-50യുടെ വലുതുണ്ട്, ബോൺ ഉണ്ട്. പക്ഷേ അത് മേടിച്ചില്ല. പാർലേജി ഹൈഡ് ആൻഡ് സീക്ക് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ക്രാക്ക് ജാക്ക് കിട്ടിയപ്പോൾ. എനിക്കുണ്ടല്ലോ ഇവിടുന്ന് ആകെ ബിസ്ക്കറ്റ് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. കറുമുറു ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനി നോ ഫ്രിൽസിലേക്ക് പോവാം. അവിടെ എന്തെങ്കിലും കിട്ടുമെന്നറിയാം. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കിട്ടുമെന്ന് നോക്കാം നമുക്ക്. നല്ല മുറുക്കും പക്കവടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. നോക്കട്ടെ. ദിവാലിയുടെ ദിയ വന്നേക്കണുണ്ടോ. വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഒന്നും കിട്ടാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് നോ ഫ്രിൽസിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളങ്ങോട്ട് ഇതിപ്പം നോ ഫ്രിൽസ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പുതിയതായിട്ട് ഒരു 2-3 മാസമേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം നമുക്കൊന്ന് അകത്ത് പോയി നോക്കാം. ഇപ്പോഴും അത് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇവിടെ വലിയൊരു കാർട്ട് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം കണ്ട. യൂഷ്വലി ഭംഗി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ നോ ഫ്രിൽസിൽ അധികം തിരക്കില്ല കേട്ടോ. നമ്മുടെ വാൾമാർട്ടിലുണ്ടായിരുന്ന അത്രയും. എന്നിട്ട് നമുക്കിവിടെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് നടക്കാം. പക്ഷെ ഞാനിവിടെ പച്ചക്കറി ഒന്നും മേടിക്കുന്നില്ല. പക്ഷെ ഞാനിവിടെ പയറ് കണ്ടു. നമുക്കൊന്ന് പോയി നോക്കാം. ഞാനിവിടെ നിന്ന് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നിനും കൊള്ളില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം കൊണ്ട് അതിങ്ങനെ ബുസ്സൊന്നായിപ്പോയി. നല്ല പയറ്. എത്ര രൂപയാണെന്നറിയില്ല കേട്ടോ. അവർ എഴുതിയിട്ടില്ലേ എവിടെയും എത്രയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ നാളായി പയറ് കഴിച്ചിട്ട്. ഇവിടെ വന്നത് വേറൊരു കാര്യത്തിനും കൂടി കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റെഡ് ബീൻ ബണ്ണിനെ പറ്റിയിട്ട്. അതെനിക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര വില കുറവ്. ആകെ 88 പൈസ ഉള്ളത് ഈ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മേടിച്ചു. ഇവിടെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് റെഡ് ബീൻ ബണ്ണാണ്. ഇതും സെയിം തന്നെയാണ്. ഇതുണ്ട് കേട്ടോ. ഇത് കോക്കനട്ട് ബണ്ണ്, നമ്മുടെ തേങ്ങ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. ഒരെണ്ണം കൂടി ഉണ്ട്. ഇതെന്താ ഇതും സെയിം തന്നെയാണ്. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇല്ല, ഇത് കേക്കാണ്. 2 എണ്ണം തന്നെ ഉള്ളൂ. ഇല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, കസ്റ്റഡ് ബട്ട്. ഇത് 3 എണ്ണം ഞാൻ മേടിക്കും കേട്ടോ. ഒരു സംശയമില്ല, 3 എണ്ണം മേടിക്കാൻ പോവാം. ഭയങ്കര ടേസ്റ്റാണ് സത്യമായിട്ടും. നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് എന്തായാലും ഞാൻ മേടിക്കും. 88 പൈസ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കത് മേടിക്കാം. പിന്നെ ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഇവിടെ. ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. വേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് ഇത് കണ്ടോ. ഫ്രൂട്ട് കേക്ക് ഇല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. പക്ഷെ ഞാൻ വാങ്ങണില്ല കേട്ടോ. എനിക്ക് റെഡ് ബീൻ ബൺ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഫ്രൂട്ട് കേക്കിന് $4 കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ ബേക്കറി സെക്ഷനാണ്. ഇതെല്ലാം നാന് ചപ്പാത്തിയൊക്കെ ഐറ്റംസാണ്. ബ്രെഡ്, ബേക്കറി, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മുടെ ആ സാധനങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ മുറുക്കും പക്കവടയൊക്കെ ഉള്ളത് വേറൊരു സ്ഥലത്താട്ടോ. ഇവിടെ അധികം ഇല്ല. ഇവിടെ നോർമലായിട്ടുള്ള കനേഡിയൻസിൻ്റെയും അല്ലാണ്ടുള്ള സാധനങ്ങളുള്ളത്. അല്ലാതെ നമ്മുടെ മറ്റേ ഐറ്റം ഇവിടെ ഇല്ല. അത് അങ്ങേ അറ്റത്താണ്. ഒന്ന് പോയി നോക്കണം. ഇത് മിൽക്കിൻ്റെ സെക്ഷൻ കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ ഡാബർ റെഡ് ടൂത്ത് പേസ്റ്റ്. പിന്നെ ഇത് പതഞ്ജലി ദന്ത് കാന്തി. ഇതുണ്ടല്ലോ ഹലോ ഇതുണ്ടല്ലോ. ഇത് 4.49 അല്ലേ ഇവിടെ. ഞാനിവിടെ നമ്മുടെ നമ്മുടെ എൻ്റെ പേര് ഇന്ത്യൻ ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു കടയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. അതിന് എത്ര രൂപ വരുന്നറിയോ? 7-6 എത്രയും കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ലാഭമാണ് കേട്ടോ. പക്ഷെ അവിടെ ഞാൻ ഓൾറെഡി മേടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് വേറെ മേടിക്കണില്ല. അത് നോക്കിയാൽ ഡാബർ ആംല ഇതെല്ലാം ഉണ്ട് ഇവിടെ.
ബില്ല് വന്നു കേട്ടോ. ഞാൻ ഇവിടെ സോംപ്പൊടി കണ്ടു. ഞാൻ ഇത് ഒരെണ്ണം കേട്ടോ എന്താണെന്നെങ്കിലും 3.50. പിന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ ഇതെന്താ അന്ന ബൈറ്റ്സ്. നമ്മൾ മലയാളത്തിലല്ല എഴുതിക്കുന്ന അന്ന ബൈറ്റ്സ്. ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ പറയുന്നത് കൊടുങ്ങല്ലൂർ ഒക്കെ പറയുന്നത് ഉഴുന്നാടാന്ന് പറയാം. ഇത് നമ്മുടെ എന്താ പറയുക ഉത്സവത്തിനൊക്കെ വരും, അല്ലാണ്ടും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതാണ് ഉഴുന്നാടാന്ന് പറയുന്നത്. പിന്നെ ഇത് ബട്ടർ മുറുക്ക്, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് നമ്മുടെ പക്കവട കാണാനില്ലേ, അവിടെ പോയി നിറഞ്ഞിടാം. ഇതും എടുത്തു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പക്കവട കിട്ടാത്തതുകൊണ്ട് പകരം വേറെ ഒരെണ്ണം എടുക്കാം കേട്ടോ. തട്ടയില്ലേ, തട്ടയോ അങ്ങനെ എന്തോ പറയുക, തമിഴിലാണിത്. പക്ഷെ ഞാൻ പേര് മറന്നുപോയി എന്തുട്ടാന്നുള്ളത്. എന്തായാലും ഞാൻ ഇത് എടുക്കാം കേട്ടോ. അതെ, ഇതാണ് സംഭവം, തട്ടൈ. പക്ഷെ ഇത് ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്നുള്ളത്. ഒത്തിരി ഉണ്ട് കേട്ടോ സ്നാക്സ്. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ സ്നാക്സുകളാണ്. ഞാനിപ്പോൾ എടുത്തത് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത്രയും തന്നെ എടുത്തുള്ളൂ. പിന്നെ ബിസ്ക്കറ്റൊക്കെ ഞാൻ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇവിടുന്ന് വേറെ ഒന്നും മേടിക്കണില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇനി പോയിട്ട് നമ്മുടെ പക്കവട എവിടെയോ കിട്ടാൻ നോക്കട്ടെ. ഒരു പാർലേജും കൂടി എടുക്കണം എനിക്ക് ഇവിടുന്ന്. പോവാം. ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ ഫേമസ് ചിപ്സ്. പക്ഷെ ഇതൊന്നും ഞാൻ മേടിക്കാറില്ല കേട്ടോ. ഇവിടെയും അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ അയൽ ഫുള്ള് ഡ്രിങ്ക്സാണ്. ഇതൊന്നും ഇതിൻ്റെ ഒന്നും ഭാഗത്തേക്ക് ഞാൻ പോകാറില്ല. കുറുക്കുറയൊക്കെ ഉണ്ട് ഇവിടെ, ഉണ്ടോ. ഇത് വാൾമാർട്ടിലും ഉണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല. പക്ഷെ ഇതൊന്നും ഞാൻ മേടിക്കാറില്ല. വേറൊരു സാധനം കണ്ടോ, ഇതൊക്കെ ഗോലി സോഡ. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ബിസ്ക്കറ്റ്, റസ്ക്, ഇതൊക്കെ ഇതുണ്ട്. ഇതൊക്കെ ഹാജ്മൂല. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇമിലി ഹാജ്മൂല ഇത് ഭയങ്കര ഇഷ്ടം. ചവനപ്രാശം ഇരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് കാണാൻ ഭംഗിയില്ല. ഇത് ഞാൻ മേടിച്ചില്ല കേട്ടോ. അത് ഞാൻ വേറെ കടയിൽ നിന്ന് മേടിക്കാറ്. ഇത് മിക്സറുണ്ട്. ഇതേ ഇരിക്കുന്നത് നമ്മുടെ പക്കവട. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത്. അയ്യോ ഇതല്ലല്ലോ പക്കവട, അയ്യോ മാറിപ്പോയി. ഇത് നമ്മുടെ കിഴങ്ങ് വറുത്തത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലായിരുന്നു കേട്ടത്. പക്കവട ഇത്രേ ഉള്ളൂ കേട്ടോ. എഴുതിയിരിക്കുന്നതൊക്കെ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. 3.99. പാർലേജ് ഉണ്ട് കേട്ടോ. യൂഷ്വലി ഇതിന് 99 പൈസ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ 1.25. ഇത് വില കുറവായിരുന്നു നമ്മുടെ വാൾമാർട്ടിൽ. പക്ഷെ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. 1.25 എന്ന് പറഞ്ഞാൽ വലിയ വിലയല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അവിടെ ആ പൈസയ്ക്ക് കണ്ടിട്ട് എനിക്കിത് ഇവിടുന്ന് മേടിക്കാനൊരു വിഷമം. അതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല. ഇത് ഞാൻ ആദ്യം എപ്പോഴും മേടിക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ നിർത്തി ഇത് മേടിക്കുന്നത്. ഇത് കണ്ടോ ഇത്ര മിഠായി ആയിരിക്കണം. നോക്കിയേ, മിഠായി കഴിച്ചുണ്ടല്ലോ മടുത്തു എനിക്ക്. ഞാൻ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മിഠായി കഴിച്ച് മടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 മിഠായി ഇനിയും കിട്ടി ഞാൻ കഴിക്കാതെ കയറി. എന്തോ എന്നാലും ഞാൻ ഇനി പോട്ടെ പോയിട്ട് ഞാൻ ക്യാഷ് ഔട്ട് ചെയ്യട്ടെ. ക്യാഷ് ഔട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ. ഞാനിത് മൈക്ക് വെച്ചിട്ടല്ല പറയേണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. അപ്പം മിക്കവാറും ഞാൻ ഇന്ന് വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എന്തായാലും ഞാൻ ഇറങ്ങുക, ക്യാഷ് ഔട്ട് ചെയ്യട്ടെ, പോട്ടെ വീട്ടിലേക്ക് വേണം. ഞാൻ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തി ചായ കുടിക്കാൻ പോകുന്നുള്ളൂ. ചായ ഉണ്ടാക്കിയിട്ടില്ല. വന്ന് കയറി ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കഴിക്കട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചായ കുടിക്കുമ്പോൾ ഈ സ്നാക്സ് ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. അത് പണ്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാവും. മിക്സറോ റസ്കോ ബിസ്ക്കറ്റോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ശീലമായി. അതുകൊണ്ട് അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ കോഫി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ കൂടുതലൊന്നും വേണ്ട കേട്ടോ. കാപ്പി ആണെന്നുണ്ടെങ്കിൽ കാപ്പി മാത്രമായിട്ട് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്തായാലും പോയി ചായ കുടിക്കട്ടെ. നിങ്ങളും ചായ കുടിക്കുക. കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കുക. സന്തോഷമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.